എന്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അധ്വാനാണ്. ഈ പുസ്തകം വെറുതെ ആവൂല. ഇത് നമ്മൾ ഉറക്കൊഴിച്ച് ഇരുന്ന് നമുക്ക് തൃപ്തി വരുവോളം വെട്ടി തിരുത്തി എഴുതി മാറ്റി എഴുതി അങ്ങനെയൊക്കെ ഇതിന്റെ ഫൈനൽ പ്രൂഫ് വായന എഡിറ്റിങ് എല്ലാം കഴിഞ്ഞ കൈക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു ചെറിയ കുട്ടി ജനിക്കണ പോലത്തെ ഒരു അധ്വാനം ഇതിന്റെ മുകളിലുണ്ട്. അപ്പൊ എന്റെ അധ്വാനം കൊണ്ട് എന്റെ ഓർമ്മകളും എന്റെ അനുഭവങ്ങളും കോർത്തിണക്കിയിട്ട് ഈ രണ്ട് കുട്ടികൾക്കും ഒരു ഇരിപ്പിടാവുക. അതിലൂടെ എനിക്ക് കിട്ടണ ബുക്കിന്റെ സെയിൽ വെച്ചിട്ട് വരുമാനം കൊണ്ട് അവർക്ക് അത് ആലോചിച്ച് നോക്കി എത്ര ഒരു മനോഹരമായ ഒരു ആശയമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ആത്മസംതൃപ്തി കൂടിയാണ്. അതായത് ഞാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വീട് ഒരുപാട് ചെലവും വന്നിട്ടുണ്ടല്ലോ. ചെലവൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ വീടുണ്ടാവുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് എനിക്ക് വേറെ കാര്യങ്ങളില്ല എന്ന് വെച്ചാൽ എനിക്കൊരു ശരാശരി മലയാളിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ. 20 വർഷമായിട്ട് ബാംഗ്ലൂരാണ്. കല്യാണം കഴിച്ചത് അങ്ങോട്ട് തന്നെയാണ്? അല്ലല്ല, എന്റെ വാപ്പ മൈസൂരാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട് ഞാൻ മൈസൂർ പോയതാണ്. മൈസൂർ ഒരു വർഷം ഉണ്ടായിരുന്നു. പിന്നെ ശേഷം ബാംഗ്ലൂർ പോയതാണ്. ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ്. പിന്നെ പാപ്പാന്റെ ഖബറും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണോ? അല്ലല്ല, മരിച്ചതിന് ശേഷം കൊണ്ട് കൊടുക്കുന്നതാണ്. പന്തല്ലൂർ തന്നെയാണ്. നേരത്തെ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മ വന്നു. തങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ പലരും ഇടപ്പെടുത്ത ഈ 2 ദിവസങ്ങളിലായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഒറിജിനലാണോ? ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഈ ഒറിജിനലിന്റെ ഒരു മാനദണ്ഡം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണ്, ഒരു കൊടിമരം അല്ലെങ്കിൽ ഒരു ഖബറ്, കുറെ പച്ചത്തുണി, പിന്നെ കുതിരിക്കൊമ്പ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളതാവും. നമുക്ക് കാലാകാലങ്ങളായിട്ട് പെരിന്തൽമണ്ണ വല്യങ്ങാടിയിൽ ജിൻമുറി ഉണ്ട്, പിന്നെ ഞങ്ങളെ മക്കബാറകളുണ്ട്, എല്ലാ വല്യപ്പാരതും ഉണ്ട്, ഖബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാപ്പാന്റെ 21 വർഷമായി വാപ്പ മരിച്ചിട്ട്. പിന്നെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറയും നമുക്ക് സജീവമായിട്ട് നടത്തണം, വാപ്പാന്റെ അടുത്ത് സുഹൃത്തുക്കളും. പിന്നെ എന്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി പറഞ്ഞു, ഇത്രയും വർഷം പഴക്കമായില്ല വാപ്പാന്റെ ഖബറ്, നമുക്കൊന്ന് സജീവാക്കി കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, എന്റെ വാപ്പാനെ വിട്ടിട്ടുള്ള പൈസ നമുക്ക് വേണ്ട. എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അത് കോടികളിലൊക്കെ ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ, അത്രയും ഹൃദയശുദ്ധിയുള്ള നാട്യങ്ങളില്ലാത്തൊരു മനുഷ്യനായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ ആവാനാണ് താല്പര്യം. നമ്മൾ അടുത്തറിയുമ്പോഴും നമ്മൾ എന്താണെന്നറിയാം, അല്ലാത്തവർക്ക് നമ്മൾ എന്താണെന്നറിയില്ല. അപ്പൊ ഈ മുഖംമൂടിയിലൊന്നും കാര്യമില്ല, കാണുന്നവർക്കൊക്കെ ഒരു കാഴ്ച മാത്രമേ. ഇപ്പൊ ഈ മുഖംമൂടി പറഞ്ഞാൽ ഇപ്പൊ എന്റെ തോന്നലാണ്, എന്റെ കംഫർട്ടാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ഞാൻ അതിൽ സുരക്ഷിതയാണ്. ഇത് 21 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ ബാംഗ്ലൂരൊക്കെ ഇതാണ്. കാരണം ഞാൻ മൈസൂരിൽ നിന്നൊക്കെ രാത്രി വന്നിറങ്ങാം. പിന്നെ 1 മണി 12 മണിയൊക്കെ ആവും ചില സമയത്ത് ബാംഗ്ലൂർ സാറ്റലൈറ്റിൽ വന്നിറങ്ങാം. തുടക്കകാലത്ത് എൻ്റെ 20 വയസ്സിലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ വന്നിറങ്ങുന്ന സമയത്ത് ഈ തടിമാടന്മാരായ വലിയ ഐറ്റം വെയിറ്റുള്ള ഈ ഓട്ടോ ഡ്രൈവർമാരും അവരും പേരും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സെ, ബുള്ളറ്റുമാനുമാണ്. ഞാൻ ഒരു ബുക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ, അതുപോലെ തന്നെ ഒരു ഷെരീഫ തങ്ങൾ തന്നെ ഒരു വ്യക്തിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തേടി ഇറങ്ങിയിട്ടുള്ളതാണ് സത്യത്തിൽ. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷെരീഫ തങ്ങളുള്ളത്. അപ്പോൾ പറയാനുണ്ട് ഷെരീഫ തങ്ങൾ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എത്ര പേജാണ്? 240 പേജിൽ ബുക്ക്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇത് എന്താണ് ഈ ബുക്കിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ ഷെരീഫ തങ്ങൾ എന്ന് പറയാനുള്ള കാരണം? അല്ല, ഷെരീഫത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത ഒന്നുമില്ല. ഞാനൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി, അതിലൊരു പേര് ഇപ്പൊ നമ്മള് ഐ ഡി ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതൊരു 14 അല്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത്, ഞാൻ എന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ബീവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ കുറെ ബീവിമാരുണ്ട്. പലരും ബീവി ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ബീവി എന്ന് പേരിടുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഷെരീഫ തങ്ങളുടെ ഇടാൻ തോന്നിയത്. പിന്നെ അതിന്റെ ശേഷം എന്റെ ഒരു ഐഡന്റിറ്റി ആയി. അതൊരു 14 വർഷമായിട്ട് ഫേസ്ബുക്കിലുള്ള ഒരു ഐഡിയാണ്. പിന്നെ എല്ലാവരും അതെന്നെ വിളിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ എന്റെ പുസ്തകത്തിലും അത് സ്വീകരിച്ചു. ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ടാ പ്രശ്നം, ഷെരീഫ തങ്ങൾ എന്തുകൊണ്ട് ഇട്ടു, ബീവി നിട്ടൂടെ? ബീവി നിട്ടാ ഷെരീഫ ബീവി എത്രയോ ഷെരീഫ ബീവികൾ ഉണ്ടാവും. ആരാന്ന് കരുതിയിട്ടാണ് ഇപ്പൊ അറിയാം. അപ്പൊ നമ്മളിപ്പോ ഇത് ഫേമസ് ആയിട്ട് എന്തെങ്കിലും വേറെ എവിടെയും പോകാനോ അതിന്റെ ബാക്കിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. എനിക്ക് ഇങ്ങോട്ട് വരാനോ ആഘോഷിക്കപ്പെടാനോ ഒന്നും താല്പര്യമില്ല. ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് എന്റെ ജോലിയും മറ്റുള്ളതൊക്കെ ബാംഗ്ലൂരാണ്. അവിടെ പക്ഷെ അതല്ല, ഈ ബുക്കിന്റെ പ്രകാശനം അല്ലെങ്കിൽ ബുക്കിന്റെ വിൽപ്പന കൊണ്ട് ചെറിയൊരു ചാരിറ്റിയോ കാര്യങ്ങളൊക്കെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അത് ചാരിറ്റി പറഞ്ഞാൽ, ചാരിറ്റി ഇപ്പൊ നമ്മൾ എന്തിനെങ്കിലും ആരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു വിധേയത്വം ഉണ്ടാവും അവരോട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇതിന്റെ പിറകിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങളെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ. അപ്പൊ അവര് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ട് മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ എൻ്റെ വാപ്പ നിൽക്കുന്ന സ്ഥലത്താണ് പാടന്തറ മുമ്പ് നിന്നിരുന്നു എൻ്റെ വാപ്പ.
അപ്പൊ അവിടെ ഉള്ള ഒരു കുട്ടീനെയാണ് മൂപ്പര് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഗൂഡല്ലൂര് നമ്മൾ അറിയുന്ന ഒരു കുട്ടിയാണ്, ഒരു കുടുംബമാണ്, പാവപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ ഈ മരിച്ച തങ്ങള് എപ്പോഴും എന്നോട് പറയും, ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളും ഞാനൊക്കെ കൂടിയിട്ട് വീടുകളൊക്കെ റെഡിയാക്കി കൊടുത്ത സമയത്ത് പിന്നെ ഇനി ആരും ഇല്ലെങ്കിലും കുഞ്ഞുമോളുണ്ട് എന്നെ അങ്ങനെ വിളിച്ചിട്ട് പറയും, എന്റെ കുടുംബത്തിന് എന്ന് പറയും. ഇപ്പൊ നമ്മൾ തമാശക്കിന്റെ ഫ്രണ്ട്സും അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ ഒരു ഘട്ടം വന്ന ആരും ഇല്ലെങ്കിൽ നമ്മളുണ്ടാവും, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹകരിക്കുമെന്ന് ഞാൻ പറയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിടുകയും ചെയ്തിരുന്നു. പിന്നെ അവര് മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്, ഒരു 10 ദിവസം ഇങ്ങനെ ഉറക്കത്തിലൊക്കെ മൈൻഡിൽ തന്നെ അതന്നെ വരിക. ഇപ്പൊ പെട്ടെന്ന് കുട്ടികളെ അനാഥമായി. ഈ 2 മക്കളുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ 22 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞു നോക്കി ഇവരൊന്നും സഹായിക്കൂ എന്നുള്ളത്. അതായത് ഇവരെ ഫ്രണ്ട്സുകളോട്, ഈ തങ്ങളെ ഫ്രണ്ട്സുകളോട്. പിന്നെ ഈ തങ്ങളെ കല്യാണം കഴിപ്പിച്ചൊരു തങ്ങളുണ്ട്, പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ച്. ഇവരൊന്നും ഞാൻ വിളിച്ചിട്ടൊന്നും ഫോണൊന്നും എടുത്തതൊന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര ദയനീയമായിട്ട് തോന്നി അവരവസ്ഥ. അവർക്കൊരു സ്ഥലം മേടിച്ചു. അപ്പം ഞാൻ ബഷീറലിനോട് ഒരിക്കൽ, ഇവരൊക്കെ കൂടെ നടന്നിരുന്നതാണ് ബഷീറലി തങ്ങളും. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പം ഇവരൊക്കെ ഫ്രണ്ട്സുകളാണ് ഈ തങ്ങളും ഒക്കെ. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്ഥലം വാങ്ങിക്കണമെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു. പലരോടും ഞാൻ പറഞ്ഞു നോക്കിയൊന്നും ശരിയായില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു അനിയത്തി കുട്ടിയുണ്ട്. അപ്പോൾ അവർക്കും സ്ഥലവും വീടില്ല, മറ്റുള്ള എല്ലാവരും സെറ്റിലായി. അവരുടെ കുട്ടിക്ക് സുഖമല്ല, നിങ്ങൾ കണ്ടില്ല, ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പം അവരൊന്നും സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനോ മറ്റുള്ളതൊന്നും എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് ഓരോ ദയനീയത പ്രദർശിപ്പിച്ചിട്ട് ഇല്ല. ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ ഷാനവാസ് ഡോക്ടർ നിലമ്പൂരുള്ള, അതിന്റെ മുമ്പേ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടായ്മയിൽ. യൂത്ത് വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ള. അതിലൂടെ ഞങ്ങൾ പല പ്രവർത്തനങ്ങളും ചെയ്തിരുന്നതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പെട്ട ആളുകളൊക്കെ കുറച്ച് ഡൗൺ ആയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എന്നോടാണ് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്താ ഉള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മറ്റുള്ളവരോട് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറയണമെങ്കിലും ഫസ്റ്റ് ഞാൻ എന്നെ കൊണ്ട് കഴിയണ എത്രയൊന്നുമില്ല അത് ചെയ്യും, അതിന് ശേഷം മറ്റുള്ളവർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. ഇപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും കുറച്ച് ക്ഷീണത്തിലാണ്. അപ്പം ഞാൻ ഈ 2 കുട്ടികളെ ഇത് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ട് എപ്പോഴും. ഇപ്പം ഞാൻ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ ബിസിനസ്സൊക്കെ ഡള്ളായി, കുറച്ച് പ്രയാസത്തിലൊക്കെ ആയി, ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം വീണ്ടും ഇപ്പം ഇങ്ങനെ ശരിയായി വരികയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ കുട്ടീൻ്റെ അസുഖം, ആ കുട്ടീൻ്റെ ഒരു അവസ്ഥ എല്ലാം കൂടി ആയപ്പോൾ എനിക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. അപ്പം നാളെ ഞാൻ ചാരിറ്റിനെ ആശ്രയിച്ചിട്ട് ഇപ്പം എനിക്ക് ചാരിറ്റി പ്രവർത്തകരൊക്കെ അറിയാം, അവരോടൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുത്താണ് അഡ്രസ്സ് ഉണ്ടാവും, നമുക്കതൊരു പ്രയാസമാവും. അതൊരു അടയാളപ്പെടുത്തലാവുമ്പോൾ പിന്നെ എനിക്കൊരു വേദനയാണ്. കാരണം ഞാൻ ഈ കുട്ടികളൊക്കെ പുറത്തിറക്കാതെ അങ്ങനെ വളർത്തിണ്ടാക്കിയതാണ്. ചെറുപ്പം മുതലേ ആരും നിഴലും പറ്റാതെ. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കല്ലാതെ ഞാൻ നടത്തിയിട്ടില്ല നാട്ടിൽ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിക്കുക മറ്റുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഒരു അനിയത്തി കുട്ടികളെ പോലെ തന്നെ എനിക്ക് ആ കുട്ടി, ആര് പാടന്തറുള്ള കുട്ടി. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത് പോലും. എനിക്കല്ലാതെ ഇപ്പോൾ എനിക്കൊരു ഫെയിം ആണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതോ അതൊന്നും ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും അല്ല ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നിയ ഫേസ്ബുക്കിൽ വന്ന് എഴുതി പോവും. ചിലപ്പോൾ 6 മാസത്തിന് ഞാൻ വരികയില്ല, എന്നെ കാണൂല. പിന്നെ എപ്പോഴേലും പലപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ട് കമന്റ് ഇട്ട് ഞാനാണ് പോവുക. അങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റെത്. ഇപ്പം ഞാൻ ഈ 2 പ്രശ്നം എൻ്റെ മുന്നിൽ വല്ലാതെ തന്നെ അലട്ടുന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നം മുഖംമൂടി ഇട്ടിട്ടാണ്. പിന്നെ ഇന്റർവ്യൂവിന് സംസാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഖം മറച്ചിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പേജിൽ മുഖം മറക്കാതുണ്ട്, ഇന്റർവ്യൂവിൽ വരുമ്പോ മുഖം മറച്ചിട്ട് വരുന്നത്. അതെന്താന്ന് ചോദിച്ചാല് എൻ്റെ വീട്ടിലിപ്പോൾ ഉമ്മയാവട്ടെ മറ്റുള്ളവരാവട്ടെ അവരൊക്കെ അത്രയും മറയിലും കാര്യങ്ങളിലും ആയിരിക്കണത്. അവരൊന്നും മറയിന്ന് പുറത്തിറക്കാതിരിക്കാനും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തും ഒക്കെ പോകും, എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബാംഗ്ലൂർ ഉള്ള സമയത്ത് ചിലപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ഒരു രോഗിനെ കാണാൻ പോവുകയാണെങ്കിൽ തന്നെ അവർ പർദ്ദയും കാര്യങ്ങളൊക്കെ ഊരിപ്പിച്ചിട്ടാണ് നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ട് അവർ കൊണ്ടുപോകുക. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നഖാബ് ഊരേണ്ടി വരും. അപ്പം നമ്മളൊരു ഐഡന്റിറ്റിയാണ് മുഖം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാമൂഹികമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുത്തെഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ എന്തോ ആവട്ടെ, നമ്മൾ ആശയങ്ങളായാലും നിലപാടുകളായാലും സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഇതൊരു മുഖമില്ലാത്തൊരു ഐഡിയ ആകുമ്പോൾ അതിന് അത്രയൊരു പ്രസക്തി ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു മുഖം വ്യക്തമാക്കുക. അതൊന്നും തന്നെ തുടങ്ങിയല്ല. ഞാൻ 14 വർഷം മുന്നേ തന്നെ എൻ്റെ ഫോട്ടോസ് ഇട്ടിരുന്നു. എല്ലാ ഷെരീഫ് തങ്ങൾ എന്നാണ് എല്ലാവരും വായിച്ചിരുന്നത്. എല്ലാവർക്കും അറിയില്ലായിരുന്നു ഞാനൊരു ലേഡിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിലിങ്ങനെ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളോട് ചോദിച്ചാൽ അറിയാം, അവരൊക്കെ തന്നെ ഷെരീഫ് തങ്ങൾ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാനത് തിരുത്താനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആരോ എൻ്റെ നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് ഒരു 1.5 വർഷത്തിന് ശേഷമൊക്കെയാണ് അത് അറിഞ്ഞിട്ടുള്ളത് പുറത്ത്. അപ്പൊ അങ്ങനെ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പുറത്ത് വരാൻ. പിന്നെ
ഇപ്പൊ അതാണ് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം. ഞാനിപ്പോ മുഖം മറച്ചത് നമ്മളെ സൗകര്യമാണ്. ഇതില് ശരിക്കും മുഖം കാണിക്കാന്നുള്ളതല്ല, നിങ്ങൾ ആശയം വ്യക്തമാക്കുക എന്നുള്ളതാണല്ലോ. എന്റെ ആശയം എന്റെ ഭാഷ മനസ്സിലാവണവർക്ക് മനസ്സിലാവും, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. നല്ല ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. എന്നോടൊപ്പം ചേർന്നിട്ടില്ല, എൻ്റെ രീതിയിൽ ചിന്തിക്കണേ, എന്നെ മനസ്സിലാക്കണേ അല്ലെങ്കിൽ സ്നേഹിക്കണ ഒരുപാട് ആളുകളുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കണേ അല്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കണേ, എൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവും. അതിൻ്റെ ഈ ചെറിയൊരു തുണി കഷ്ണത്തിൽ ഒതുക്കി കളയാനുള്ളതൊന്നുമല്ല. അപ്പൊ ഇതിലൊന്നും പ്രസക്തി ഇല്ല. ഇപ്പൊ ഞാനിപ്പോ വേറെ എന്തെങ്കിലും എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, മുന്നോട്ട് പോയിട്ട് ഞാനൊരു സെലിബ്രിറ്റി ആവണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാം. ഇപ്പൊ മുഖം കാണിച്ചിട്ട് എന്റെ മുഖം ചർച്ച ചെയ്യാനല്ല ഞാൻ ഇന്റർവ്യൂ വരുന്നത്. എന്റെ ആവശ്യങ്ങൾ ഇതാണ്, എന്റെ ആശയങ്ങൾ ഇതാണ്. പക്ഷെ അതിലേക്ക് നമുക്കൊരു വിധേയത്വം ഉണ്ടാക്കിയിട്ട് നമ്മള് ഇപ്പൊ എന്നോട് പലരും ചോദിച്ചു, ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചാരിറ്റിക്ക് ഇത്ര തരാം അത്ര തരാം. ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ സൗകര്യം, ഗൾഫിലുള്ള പ്രവാസികളാണ് അത് അധികം. അപ്പം നിങ്ങൾക്ക് PDF അയച്ചു തരാം. നിങ്ങൾ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈബ്രറിയിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ള പൈസ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ബുക്ക് കൊടുത്തോളാം, അല്ലെങ്കിൽ സ്കൂളിൽ എവിടെയെങ്കിലും കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ചാരിറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ തരരുത് എന്ന് പറഞ്ഞു. ചാരിറ്റി മേഖല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട മേഖലയാണ്. എനിക്കത് 10-14 വർഷമായിട്ടും അറിയാം. ഈ ചാരിറ്റിക്കാരൊക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടും പിന്നെ ഈ ഷാനവാസ് ഡോക്ടർ ഉള്ള സമയത്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിതിന് ഈ മേഖലനെ കുറിച്ചും ഇതിനെ കുറിച്ചും ഇതിന്റെ ഉള്ളറകളെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ മോശം പേരിന് എനിക്ക് ഇതില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ബാധ്യതകളും മറ്റുള്ളതൊക്കെ ഉണ്ട്. നമ്മളതിനൊക്കെ ഫൈറ്റ് ചെയ്യും. എനിക്ക് ജോലിൻ്റെതായ കാര്യങ്ങളും ഇനിയിപ്പോൾ എന്ത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാണ്. എനിക്ക് അതിനുള്ള ആത്മവിശ്വാസം, കഠിനമായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാനിത് ഈ വേഷത്തിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സുരക്ഷിതത്വം, അത്രയും സുരക്ഷിതത്വം കിട്ടിയൊരു വേഷമാണ് എനിക്ക്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്, എനിക്ക് ഏത് സമയത്തും ഈ ഒരു വേഷം കെട്ടി നിൽക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഞാൻ. ഓരോ മനുഷ്യന്റെ സാഹചര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മുഖംമൂടി ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്റെ ജോലിയിൽ നിൽക്കുമ്പോൾ അതിനാവശ്യമാണ് തോന്നി ഞാൻ ധരിക്കും. ഇത്രയും തുറന്ന് പറയണത് എന്താ പറയുക, തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും സന്തോഷങ്ങൾ കേട്ടറിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്റെ ഓരോ ബന്ധങ്ങളും ഇങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ചിന്തിക്കാതെ നമ്മളിലേക്ക് ഓരോരുത്തർ എത്തിപ്പെടും. പക്ഷെ നല്ല ബന്ധങ്ങളുള്ളൂ എന്നിലേക്ക് എത്തിപ്പെടാറുള്ളത്. അപ്പൊ ഈ മുഖംമൂടിയിലും ഞാൻ ചിന്തിക്കും, നമ്മളിപ്പോ ഈ മുഖമൊക്കെ കഴിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ടൈം പാസിന് ചില വീഡിയോക്കൊക്കെ താഴെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ചാരിറ്റി വീഡിയോസ് സ്ത്രീകളൊക്കെ ഇടുമ്പോൾ അവരെ ദയനീയത കൊണ്ട് അവർ ഇടുമ്പോൾ ഇവര് വീഡിയോ കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും, എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വിവരം അറിയും, നല്ല മറുപടി കിട്ടും ചെയ്യും. എനിക്കാരും വിളിക്കൂല കേട്ടോ. എന്തോ ഒരു പടച്ചവന്റെ ഒരു അദൃശ്യമായ ഭയങ്കരമായ ഒരു ഇതിന്റെ മേലുണ്ട്, ഒരു കരുതലുണ്ട്. ഞാൻ പിന്നെ എൻ്റെ വാളിലൊക്കെ നമ്പർ ഇട്ടാൽ ഒരു അനാവശ്യമായിട്ട് ഒരു ആളും ഇടപഴകിയിട്ടില്ല. എന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നവരും മിസ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതും കൂടി ഞാൻ ഒരു മുൻകരുതലായിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കരുതിക്കോളി. അപ്പൊ എന്റെ ഐഡിയയിൽ ഞാൻ 14 വർഷം ഉണ്ടായിട്ടും എൻ്റെ പുരുഷ സൗഹൃദങ്ങളൊക്കെ അത്രയും മാന്യമായിട്ട് എന്നോട് ഇടപഴകിയിട്ടുള്ളത്. നമുക്ക് പറയണല്ലോ, രാത്രി പോലും എന്നെ ഓൺലൈനിൽ കണ്ട പോലെ ഒന്ന് സംസാരിക്കുക പോലുമില്ല. അങ്ങനത്തെ വ്യക്തികളാണ്, നമ്മളോട് സഹകരിച്ച വ്യക്തികളാണ്. അപ്പം നമ്മൾ ഈ എല്ലാവർക്കും നമ്മൾ അറിയണം എന്നില്ല. അവർ പിന്നെ വെറുതെ ചായ കുടിച്ചോ ചോറുന്നോ നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മുടെ ജീവിതത്തിന്റെ നട്ടോട്ടങ്ങളിലാണ്. മറുപടി പറയാനും ഓൽക്ക് പോലെ കോൾ കൊടുക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പം അതും കൂടി ലക്ഷ്യമുണ്ട് ഈ മുഖംമൂടിക്ക് പിന്നിൽ. നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് വിടുന്നത്? ഞാൻ കണ്ടതാണ് ഇതൊക്കെ. ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ്. എന്തായാലും സന്തോഷങ്ങൾ വന്നതിലും പരിചയപ്പെട്ടതിലും ഒക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ മറ്റേ സെലീനാന്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സെലീന ഞാനിങ്ങനെ എന്റെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് സെലീനാന്റെ വീഡിയോ ഒക്കെ ചെയ്തില്ലേ. അതെ, എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട് അങ്ങനത്തെ വീഡിയോ. നല്ലതാണ്, ഇനിയും ചെയ്യുള്ളൂ. ഓക്കെ എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക്സ്.